സൈബർ അതിക്രമങ്ങൾ ജീവിതത്തിൽ വലിയ വേദന ഉണ്ടാക്കിയെന്ന് ചിന്താ ജെറോം പറയുകയാണ്. CPM സംസ്ഥാന സമിതി അംഗം. ഇപ്പം സാധാരണ ചിന്താ ജെറോമല്ല, ഡോക്ടർ ചിന്താ ജെറോം പറയുകയാണ്. ചിന്തിക്കാത്ത രീതിയിലുള്ള കമന്റ് കണ്ട് കരഞ്ഞ കാര്യം ഓർക്കുന്നു ചിന്താ ജെറോം. വ്യക്തിഹത്യ നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ നടപടി വേണമെന്നും ചിന്താ ജെറോം നമ്മുടെ ഈ സൈബർ അതിക്രമങ്ങൾക്കെതിരെ സൈബർ ബലിയാടുകൾ എന്നുള്ള ഓൺലൈൻ ക്യാമ്പ് 24 ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് ചിന്താ ജെറോം നമ്മളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. സമീപകാലത്ത് സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും അധികം സൈബർ വേട്ടയ്ക്ക് വിധേയയാക്കപ്പെട്ട ആളാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്താ ജെറോം. വിമർശനങ്ങൾ അതിരുവിട്ട് വ്യക്തിജീവിതത്തെ പോലും ബാധിച്ച നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചിന്താ ജെറോം. നമ്മളെ അറിയാത്ത ആളുകളല്ലേ നമ്മളെ ഇങ്ങനെ വിമർശിക്കുന്നത്. ഒന്ന് മുഖമില്ലാത്ത കൂട്ടങ്ങൾ, മുഖം മൂടി കൂട്ടങ്ങൾ, ഇവരൊക്കെ ഇങ്ങനെ വിമർശിക്കുകയാണ്. തകർന്നു പോയ പല പെൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സൈബർ അറ്റാക്കിങ്ങിനെ തുടർന്ന് ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ SFIയുടെ രക്തസാക്ഷി അഭിമന്യു കൊല ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സൗഹൃദം പൂക്കണ്ട കലാലയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ്. പക്ഷെ പൊതുവേ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സമാധാന അന്തരീക്ഷമാണ് നിലവിലുള്ളത്. എന്നാലും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഞാനിട്ടൊരു പോസ്റ്റ് വേറൊരു തരത്തിലേക്ക് മാറ്റുന്നു, ബോധപൂർവം, വളരെ പ്ലാൻഡായി. സൈബർ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. ഞാൻ അന്ന് മറ്റൊരു സൈബർ അറ്റാക്കിലും ഞാൻ ഇത്ര തകർന്നു പോയിട്ടില്ല. സൈബർ അതിക്രമങ്ങൾക്ക് ഇരയായവരുടെ ജീവിതം നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ചിന്താ ജെറോം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ മോശം പരാമർശം നടത്തിയവർക്കെതിരെ താൻ നിയമപോരാട്ടം നടത്തിയെന്നും ചിന്താ ജെറോം. വേറെ ബഹുമാനായ VSന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വനിതാ പ്രവർത്തകരുടെയൊക്കെ പടം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടൊരു വ്യാജ പ്രൊഫൈലിൽ നിന്നുണ്ടായി. അത് ഓപ്പറേറ്റ് ചെയ്തത് വിദേശത്ത് നിന്നാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പോലീസ് നന്നായി അന്വേഷിച്ച് കണ്ടെത്തി ആളെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നിയമപരമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അങ്ങ് പോസ്റ്റും തോന്നുന്ന പോലെ കാര്യങ്ങൾ ഇടുകയും ചെയ്താൽ അങ്ങ് സേഫാണ് എന്നുള്ള തോന്നലൊന്നും ആർക്കും വേണ്ട. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയാൽ എല്ലാവരും നിയമപോരാട്ടം നടത്തണമെന്നും ചിന്താ ജെറോം കൂട്ടിച്ചേർത്തു. അരുൺരാജ്, 24 കൊല്ലം.